ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ടൗണിൽ പോയപ്പോൾ ഞങ്ങൾ ആപ്പിളും മുന്തിരിങ്ങയും തണ്ണിമത്തനും മേടിച്ചു. അപ്പോൾ ചെറിയൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് മുന്തിരിങ്ങ കഴുകി വെച്ചിട്ടുണ്ട്, ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പം വായു വീഡിയോയിലേക്ക്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തനും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. ആപ്പിളും മുന്തിരിങ്ങയും തണ്ണിമത്തങ്ങയും ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഐസ്ക്രീമും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ഞങ്ങൾ വാനിലയുടെ ഐസ്ക്രീമാണ് മേടിച്ചത്. ഇതാണ് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അതിനാണ് വാനില ഐസ്ക്രീം ചേർക്കുന്നത്. വാനില ഐസ്ക്രീം ഇല്ലാതെ ഫ്രൂട്ട് സലാഡ് കഴിക്കാം. ഇതിപ്പം മോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഫ്രൂട്ട് സലാഡ് ആക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കട്ടെ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. ആപ്പിളും മുന്തിരിങ്ങയും തണ്ണിമത്തനിലിട്ടിട്ട് ശേഷം നമുക്ക് ഐസ്ക്രീം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആ തണ്ണിമത്തൻ അതിൽ ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തൻ ചേർത്ത് കൊടുത്ത് ഇളക്കി, എന്നിട്ട് ഐസ്ക്രീം അതിൻ്റെ മണ്ടയ്ക്ക് ഒരു സ്പൂൺ ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു 1-2 സ്പൂൺ എടുത്തിട്ട് ഐസ്ക്രീം ഒന്ന് മിക്സ് ചെയ്ത് അത്രയും ഫ്രൂട്ട്സിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഡെക്കറേഷൻ പോലെ ഇച്ചിരി ഐസ്ക്രീം കൂടെ വെച്ച് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ ഒഴിക്കുന്നത് നല്ലതാണ്. തേങ്ങാപ്പാൽ കൂടി ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടൻസ് മിൽക്കൊക്കെ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഐസ്ക്രീം കൊണ്ട് താൽക്കാലികമായിട്ടൊരു ഐസ്ക്രീം ഫ്രൂട്ട്സ് സലാഡാക്കി എടുത്തു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ലതാണ്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലോട് ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോടെ കുറച്ചേ ചേർക്കാവൂ, ഓവറായിട്ട് ചേർക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ